കോട്ടയം ഏറ്റുമാനൂരിൽ യുവതി പെൺമക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. യുവതിക്ക് ഭർതൃവീട്ടിൽ നിന്നും നേരിടേണ്ടി വന്നത് ക്രൂരമായ മാനസിക പീഡനമെന്ന് ജിസ്മോളുടെ ബന്ധുക്കൾ ആരോപിച്ചു. നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്നും കുടുംബം വ്യക്തമാക്കി. കോട്ടയം ഏറ്റുമാനൂരിൽ മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്ത ജിസ്മോളെ ഭർത്താവ് ജിമ്മിയും അമ്മയും സഹോദരിയും മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ജിസ്മോളുടെ കുടുംബം ആരോപിച്ചു. ജിസ്മോളെ ഭർതൃവീട്ടിൽ പിടിച്ചുവച്ചിരിക്കുകയായിരുന്നുവെന്ന് സഹോദരൻ ജിറ്റു മാധ്യമങ്ങളോട് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് 2 മാസം മുതൽ ജിസ്മോളെ ജിമ്മി മാനസികമായി പീഡിപ്പിച്ചിരുന്നു. ഞായറാഴ്ചയും സഹോദരിയെ ഫോണിൽ വിളിച്ചിരുന്നു. അന്ന് വൈകിട്ടോ തിങ്കളാഴ്ചയോ വീട്ടിലെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും ജിറ്റു പറഞ്ഞു. ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലല്ല, ചേച്ചി ഫുൾ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട്, ഫ്ലൈറ്റിലൊക്കെ കയറുമെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ കുറേ ആഗ്രഹങ്ങൾ എന്നോട് അന്ന് പറഞ്ഞതാണ്. ചേച്ചി ആ ഒരു രീതിയിൽ ചേച്ചിനോട് സംസാരിച്ച് വെച്ചിട്ട് ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല, ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് പോലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ചേച്ചിനെയാണ് ആദ്യം വിളിക്കുന്നത്. മകൾക്ക് ഭർത്താവിൽ നിന്ന് നേരത്തെ ദേഹോപദ്രവം ഏറ്റിട്ടുണ്ടെന്ന് അച്ഛൻ PK തോമസ് ആരോപിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പപ്പ ചേട്ടാ എന്നെ പിടിച്ച് ഭിത്തിക്കിട്ട് ഇടിച്ചതാണെന്ന്. നീ എന്ത് ചെടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് ഓർത്താം. നീ പപ്പായോട് പറഞ്ഞെന്നറിഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് എനിക്കൊരു കുടുംബം വേണ്ടേ. തന്നെയല്ല അവൾ വക്കീലാണ്, അവൾക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യമില്ല. ജിസ്മോൾക്കും മക്കളായ നേഹ, പൊന്നു എന്നിവർക്കും നീതി ലഭിക്കാനായി ഏതറ്റം വരെയും പോകുമെന്നും കുടുംബം വ്യക്തമാക്കി. വിദേശത്തായിരുന്ന തോമസും ജിറ്റുവും ഇന്ന് ഉച്ചയ്ക്കാണ് പാലാ വള്ളിച്ചിറയിലെ വീട്ടിലെത്തിയത്. ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച നടന്നേക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, കോട്ടയം.